ഹായ് മക്കളെ, ഇന്ന് നടന്ന സെക്കൻഡ് ലാംഗ്വേജ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണെന്നും കൂടെ മെൻഷൻ ചെയ്യണേ. കാരണം എത്ര 5, 6, 7 ലാംഗ്വേജ് എങ്ങാനും മൊത്തം കേരളത്തിലുണ്ട്. നമ്മുടെ വിഷയം അതൊന്നുമല്ല മക്കളെ. ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പഠനം ക്രമീകരിക്കണം എന്ന് പറയുന്ന ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ടൈം ടേബിൾ അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും. സോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഓവറോൾ ടൈം ടേബിളിൻ്റെ കിടപ്പുവശം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ എക്സാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എക്സാം നിങ്ങളൊരു ബയോളജി കുട്ടിയാണെങ്കിൽ, നിങ്ങൾ ബയോളജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ സ്ട്രീം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കെമിസ്ട്രി ആണ് നിങ്ങളുടെ നെക്സ്റ്റ് എക്സാം വരുന്നത്. അത് വരുന്നത് 15-ാം തീയതിയാണ്. CS പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 11-ാം തീയതി ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്. പിന്നീട് വരുന്നത് ബയോളജി ഒരുപാട് ഗ്യാപ്പിൽ 20-ാം തീയതിയാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കളികൾ മാറും. ഇത്തവണ ഇംപ്രൂവ്മെൻറ്റ് എക്സാം +1 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ എക്സാമും നിങ്ങളുടെ +1 എക്സാമും ഒരുമിച്ചാക്കി. അതുകൊണ്ട് തന്നെയാണ് അവരുടെ എക്സാം ഏതാണ്ട് ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യും, സീരിയസ് എക്സാംസ് ഒക്കെ കഴിയും. പിന്നെ അത് ലാംഗ്വേജും അങ്ങനത്തെ കാര്യങ്ങൾ ഇംഗ്ലീഷൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് അവരിൽ ഏറ്റവും കൂടുതൽ പേര് ഇമ്പ്രൂവ് ചെയ്യുന്ന ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, മാത്സ് ഒക്കെ എന്ത് ചെയ്യാണ്, അവർക്ക് ആ സമയത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊരു പണിയാണ്. കാരണം നിങ്ങൾ നോക്കിക്കേ, ഫിസിക്സ് എക്സാമിന് ബയോളജി എക്സാം കഴിഞ്ഞിട്ട് ഒരു ഫുൾ ഡേ മാത്രമാണ് ഒഴിവുള്ളത്. ഒരു ഫുൾ ഡേ എന്നാൽ അതേ പറയാൻ പറ്റൂ. കാരണം ബയോളജി എക്സാം ആഫ്റ്റർനൂൺ ആയിരിക്കും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ കിട്ടുള്ളൂ. ഫിസിക്സ് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് 2 ഫുൾ ഡേ മാത്രമേ എന്തിനുള്ളൂ, മാത്സിൻ്റെ കേസിലും കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്ന സബ്ജക്റ്റ് ഈ 2 എണ്ണമാണ്, ഫിസിക്സും മാത്സും. അതെന്ന് പഠിക്കും. അപ്പോൾ പല ആൾക്കാരും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്താണ്, സ്വാഭാവികമായിട്ടും ഈ ഒരു ബയോളജിയുടെ ഗ്യാപ്പിലായിരിക്കും, അല്ലെങ്കിൽ എന്ത് പറയും, സാറേ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഈ ഒരു ഗ്യാപ്പിലൊക്കെ ആയിട്ട് പഠിക്കും. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുന്നു, ഇത്തവണ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കേസിൽ ഫിസിക്സ് എക്സാം നല്ല രീതിയിൽ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എക്സാമിനും അങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഞങ്ങൾ കാണുന്നുണ്ട്. പ്രശ്നം ഇൻ ദ സെൻസ് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറാൻ ചാൻസ് കണ്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് കണ്ടതാണ് അങ്ങനത്തെ ഒരു ചേഞ്ച്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ഉള്ള ഗ്യാപ്പില്ലേ, സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫിസിക്സും മാത്സും ഭംഗിയായിട്ട് പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ ക്രമീകരിക്കാം, അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ സയൻസ് കുട്ടിയാണെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ഫുൾ മാർക്ക് വാങ്ങാനുള്ള ഒരു പ്ലാനും കൂടി എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാനാണ്. ഇതാണ് പ്ലാൻ എൻ്റെ പുറകിലുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. നാളെ തൊട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി 2 സ്ലോട്ട് ഉണ്ട്, ഒരു മോർണിംഗ് സ്ലോട്ടും ഒരു ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് സ്ലോട്ടും. അപ്പോൾ അതിൽ മാർച്ച് 7-ാം തീയതി നമ്മൾ രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പകുതി പാഠങ്ങൾ അടങ്ങുന്ന മിനി മാരത്തോണിൻ്റെ പാർട്ട് 1 ഒറ്റ ദിവസം കൊണ്ട് തീർക്കുന്ന വിവരം 2 പാർട്ടായിട്ടാണ് നമ്മൾ തരുന്നത്. സോ മിനി മാരത്തോണുകളാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാരത്തോൺ നമ്മൾ രാവിലത്തെ സ്ലോട്ട് തരുന്നുണ്ട്. രാത്രി നമ്മൾ മാത്സിൻ്റെ മിനി മാരത്തോൺ പാർട്ട് 1, അതിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് കമൻറ്റ് ചെയ്യാം. അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ കിഡിലനായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തും. ഇനി നിങ്ങൾ മാർച്ച് 8 പോവുകയാണെങ്കിൽ അതിൽ CS മിനി മാരത്തോൺ പാർട്ട് 2 സെക്കൻഡ് ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ ഫിസിക്സ് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാത്സും ഫിസിക്സും ആയിരിക്കും നിങ്ങൾക്ക് ഈ ഗ്യാപ്പിൽ ഉണ്ടാവുക. ഇനി തീർന്നില്ല, ഫിസിക്സും മാത്സും പാർട്ട് 2 വേണ്ടേ, അതെപ്പോഴായിരിക്കും, CS എക്സാം എഴുതുന്ന കുട്ടികളെ കൈവിടാതെ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാർച്ച് 9-ാം തീയതി രാവിലെ മാത്സിൻ്റെ മിനി മാരത്തോൺ ആയിരിക്കും. അന്ന് നൈറ്റ് ഈ സാധനം മക്കളെ, അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക്, എല്ലാ ചോദ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ ലൈവായി ഡിസ്കസ് ചെയ്യും. ലൈവ് നേഷൻ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടും തരും. അതും മതിയടാ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പിറ്റേ ദിവസം CS എക്സാം ഉള്ളതുകൊണ്ട് തന്നെ CS എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള CS Prediction 60 ഞങ്ങളുടെ P60 ലൈവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അന്ന് രാവിലെ എന്തുണ്ടാവും, ഫിസിക്സിൻ്റെ മിനി മാരത്തോൺ ഉണ്ടാവും. ഗോട്ട് ഇറ്റ്? അപ്പോൾ അതുകൊണ്ട് CS കുട്ടികൾക്കും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് അവരെ കൈവിടാതുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ബയോളജി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാവിലെകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ടിരിക്കാം. നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പഠിക്കുക കേട്ടോ. പഠിക്കുക, റെസ്റ്റ് എടുക്കേണ്ട, പഠിച്ചോ. രാത്രികളിൽ നിങ്ങൾ സീരിയസ് ആയി കാണാം. ഇനി അത് കഴിഞ്ഞ് CS എക്സാമിന് രാവിലെ റോക്കറ്റ് ലൈവ് ഉണ്ടാവും, നിങ്ങൾ ഓർക്കണേ. അപ്പോൾ CS എക്സാം നമുക്ക് നടക്കാൻ പോകുന്നത് മാർച്ച് 11-നാണ്. അതിന് ശേഷമുള്ള കാര്യം നോക്കുകയാണെങ്കിൽ മാർച്ച് 11-ന് അന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കെമിസ്ട്രി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കെമിസ്ട്രിയുടെ മിനി മാരത്തോൺ വരുന്നുണ്ട്. പകുതി ചാപ്റ്റേഴ്സ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മാർച്ച് 15-ന് വേണ്ടിയിട്ടുള്ള ബാക്കി പകുതി നമ്മൾ പിറ്റേ ദിവസം കെമിസ്ട്രി മിനി മാരത്തോൺ പാർട്ട് 2 തരും. കെമിസ്ട്രിയിലും ഇതേപോലെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ
ബാങ്ക് ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതെന്നായിരിക്കും, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് 13-നായിരിക്കും. മാർച്ച് 14 കേസിൽ നമ്മൾ തലേ ദിവസം ഷുവർ ക്വസ്റ്റ്യൻസ്, പക്കയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ലൈവായിരിക്കും. എക്സാമിൻ്റെ രാവിലെ അന്ന് റോക്കറ്റ് ലൈവ് ഉണ്ടാവും. ഇനി എനിക്ക് പ്രധാനപ്പെട്ട നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പറയണം. ഒന്നാമത്തത് ടൈമിംഗ് ആണ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത് 9 മണിക്ക്, രാവിലത്തെ സ്ലോട്ട് 9 മണി. കാരണം ഇപ്പോൾ ഒരു നോമ്പിൻ്റെ ഫാസ്റ്റിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ വളരെ ഏർലി മോർണിംഗ് തുടങ്ങണ്ട എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. കാരണം എന്താണ്, അത് കഴിഞ്ഞൊരു ഉറക്കമൊക്കെ എല്ലാവർക്കും പതിവുണ്ട് രാവിലെ അത്താഴം കഴിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളൊരു 9 മണിയാകുമ്പോൾ റെഡി ആവില്ലേ? ഇനി 9 മണി നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ 9 മണി കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 8 മണി, കുറച്ച് നേരത്തെ ഞങ്ങൾ എണീക്കുക എന്ന് പറയാൻ നിങ്ങൾ 8 മണിയാക്കാം. 10 മണി ആക്കരുത് കേട്ടോ. കാരണം അത് പിന്നീട് രാത്രി ഉള്ള മറ്റ് സെഷൻ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ രാത്രിത്തെ ലൈവിൻ്റെ കേസിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. 7 മണിക്ക് എന്തായാലും നിങ്ങൾ വൈകിട്ട് എന്ത് ചെയ്യും, നോമ്പ് തുറന്ന് കഴിയാറില്ല. അതുകൊണ്ട് 7:30 ആണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, 5 PM തുടങ്ങണോ എന്ന് ഞങ്ങൾക്ക് എന്തൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ കമൻറ്റൊക്കെ നോക്കാം. ഞങ്ങളൊരു പോൾ ഇടും. ഞങ്ങളുടെ വാട്സപ്പ് ചാനലിലായിരിക്കും പോൾ ഇടാം. പോൾ താഴെ എന്ത് ചെയ്യാം, ആ ലിങ്ക് ഞാൻ താഴെ വെക്കാം കേട്ടോ. വാട്സപ്പ് ചാനൽ ഇല്ലാത്തൊരു ജോയിൻ ചെയ്തോളൂ. അതിലായിരിക്കും നമ്മൾ കമൻറ്റ് ഒരു പോളായിട്ടിടാം. അപ്പോൾ അതിൽ നമ്മൾ ഡിസൈഡ് ചെയ്യും. അപ്പോൾ ടൈമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ റെക്കോർഡ് വീഡിയോസ് ആയിട്ട് ഓരോരോ വീഡിയോസ് തരും. അതിൻ്റെ ലിസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, വേറെ ആയിട്ട് തരാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. നാളത്തെ ലൈവിൻ്റെ ലിങ്ക് ഞാൻ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.